അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു പച്ചയും ചുവപ്പും കലർന്നിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ആക്ച്വലി ദീപാവലി എന്നുള്ളൊരു ബേസിൽ ഞാൻ എടുത്തതാണ്. അപ്പം നല്ല തിളക്കൊക്കെ ആവുമല്ലോ. അപ്പോൾ ബ്രൗൺ സ്കിൻ ടോണ് എങ്ങനെ മാച്ചാവും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ മാമ എർത്തിൻ്റെ ഇതൊരു സാമ്പിൾ പാക്കറ്റാണ്. എനിക്ക് സ്മിറ്റെന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്തു. ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബയോട്ടിക്കിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്തത്, ഫേസ് വാഷ് ചെയ്തത്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു മാമത്തിൻ്റെ മോയ്സ്ചറൈസർ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, സൺസ്ക്രീൻ ലോഷനും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുന്നത് ദിവാലി വന്നിട്ട് വൈകുന്നേരം ആയിരിക്കും നമ്മൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് അത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായാലും ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ കാണിച്ചത്. ഇത് വന്നിട്ട് ലോട്ടസിൻ്റെയാണ്. അപ്പം ഞാൻ സൺസ്ക്രീൻ ലോഷൻ ഇട്ടപ്പോൾ കുറച്ചങ്ങ് കൂടിപ്പോയി. അപ്പോൾ അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കാത്തുനിന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എൻ്റെ പുതിയ നന്നായിട്ട് ഫില്ല് ചെയ്തു. നന്നായിട്ടൊന്നല്ല, ഒരു ഏകദേശം കണക്കിന് ഞാൻ ഫില്ല് ചെയ്തു. എനിക്കെന്തോ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് ഫീൽ ചെയ്യുന്ന കാരണം കൊണ്ട് ഞാനിങ്ങനെ പുരുക അധികം അങ്ങ് ചെയ്യാറില്ല. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു പുരുകം ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഭംഗി, ഭയങ്കര ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ടില്ല ഇത്രയും ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് ഞാൻ എങ്ങനെ ഫില്ല് ചെയ്യാനാണ് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫൗണ്ടേഷനിലേക്കാണ് പോയത്. കളർ കറക്റ്ററൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് വന്നിട്ട് ഫിറ്റ്മിയുടെ 330 ഷെയ്ഡാണ്. എനിക്ക് ലൈറ്റർ ഷെയ്ഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എൻ്റെ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ഉള്ളിടത്ത് മാത്രം ഡോട്ട് ചെയ്തിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. നിറച്ചും ഡോട്ട് ഉണ്ട് കേട്ടോ, നിറച്ചും ബ്ലാക്ക് കളർ ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഫെയ്ഡ് ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് കളറും അതുപോലെ തന്നെ ആ ഡാർക്ക് സ്പോട്ടും കാര്യമായിട്ട് ഇങ്ങനെ ഉദിച്ചുദിച്ച് നിൽക്കുന്നത് അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് കുരുക്കളൊക്കെ പോകുന്നുണ്ട്. എൻ്റെ ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീഡിയോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കാട്ടിലിടാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം കൈ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യം ചെയ്യുന്ന മാതിരി തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം കൈ വെച്ച് ചെയ്തതിന് ശേഷം ഞാനൊരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം കണ്ണിൽ അങ്ങനെ അധികം ഇടണ്ടെന്നാണ് വിചാരിച്ചത്. അത് കാരണം കൊണ്ടാണ് കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ഡോട്ട് ചെയ്യാനത്. പക്ഷേ അവിടെ വന്നിട്ട് ഭയങ്കര ഒരു ഡിസ്കളറേഷൻ ഫീൽ ചെയ്തു എനിക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വീണ്ടും കണ്ണിൻ്റെ മേലെ ഭാഗത്ത് കുറച്ചും കൂടി ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ സ്പഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷൊക്കെ വെച്ചിട്ട് കൈ വെച്ചാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര സ്മൂത്ത് ഫിനിഷിങ് കിട്ടില്ല. അത് കാരണം കൊണ്ടാണ്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കണ്ണിൻ്റെ താഴെയും അവിടെയൊക്കെ നന്നായിട്ട് സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് കഴുത്തിലേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണുമ്മേ കുറച്ച് എനിക്ക് കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് കണ്ണിൽ വീണ്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ കണ്ണിൽ അപ്ലൈ ചെയ്യാൻ നേരമായപ്പോഴത്തേനും വെയിലൊക്കെ ചെറുതായിട്ടൊന്ന് മങ്ങിട്ടോ. അത് കാരണം കൊണ്ടാണ് ആ ഒരു കളറിലൊരു ഒരു മാറ്റം ഫീൽ ചെയ്തില്ലേ, ആ ഒരു കളറ് മാറിയത്. അത് കാരണം കൊണ്ടാണ് വെയിൽ മങ്ങിയ കാരണം കൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കട്ടെ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ സംസാരിച്ചിട്ടാണ്. ഇപ്പുറത്തെ എൻ്റെ ഒരു നെയ്ബർ വന്നിരിക്കുന്നുണ്ട്, അവളുടെ അടുത്ത് സംസാരിച്ചായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു പച്ചയും ചുവപ്പും കളർ അങ്ങനത്തെ കളറുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഐഷാഡായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു റെഡ് കളർ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാനിന്ന് ഐഷാഡോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് നല്ല ഈസിയാണ്, നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലൊരു ക്രീമി മാറ്റ് ഫിനിഷിലുള്ള ലിപ്സ്റ്റിക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ലൊരു റെഡ് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ പല പ്രാവശ്യം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് കണ്ണിൻ്റെ മേലെ ഫുൾ അപ്ലൈ ചെയ്യാണ്. നമ്മൾ കട്ട് ക്രീസ് അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ ഐലിഡിൻ്റെ അവിടെ മാത്രം അങ്ങനെയൊന്നുമില്ല, ഫുൾ ആ ഒരു ബോൾസിൻ്റെ അവിടെയും കോർണറിലും എല്ലാത്തും ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒരു കണ്ണ് ചെയ്തിട്ടാണ് മറ്റേ കണ്ണ് ചെയ്യാറ്. ഇപ്രാവശ്യം ഞാൻ എല്ലാം 2 കണ്ണും ഒരുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊരു റെഡ് കളർ കിട്ടാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ കോർണറിലേക്ക് കുറച്ചും കൂടെ കളറ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എത്രയാണോ കളർ പേ ഓഫ് ഞങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് ചെയ്യാം. ഇത് വന്നിട്ട് കുറേ ഫോളോ ഔട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ തുടച്ച് കളയാണ്. കാരണം അധികം ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്യാത്ത കാരണം അധികം പ്രൊഡക്റ്റ് ഒന്നും അവിടെ ഇരിക്കുന്നില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ വെച്ച് തുടച്ച് കളഞ്ഞത്. ഇനി ബാക്കി എന്ന് പറയുന്നത് കണ്ടോ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ഐ ഷാഡോ പാലറ്റാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐ ഷാഡോ കിറ്റിന് ഈ ഒരു വൈറ്റ് കളർ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെറുതെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു തിളക്കം, ഞാൻ പറഞ്ഞില്ലേ തിളക്കത്തിലുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊരു തിളക്കത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക കണ്ണിലടിച്ച പോലെ തോന്നില്ല. മീൻസ് കണ്ണിലടിക്കല്ല, കണ്ണിൽ ആരെങ്കിലും അടിച്ച് കണ്ണ് വീർത്ത പോലെ തോന്നില്ല. അങ്ങനെ ഒരു ഫീൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് പോലത്തെ ഈ ഒരു ഷിമറി കളറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാണുന്ന ഒരു പരന്ന ബ്രഷ് വെച്ചിട്ട്, എനിക്ക് അറിയില്ല ഇതിൻ്റെ പേരെന്താന്ന്, ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വേറെ വേറെ ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓൾസോ ആ നേരത്തെ കൈ വെച്ച് തുടച്ച ഭാഗത്തും ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ മേലെ ഭാഗത്തെ ആ ഒരു ഭാഗം കൂടെ ഒന്ന് ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ചെയ്യണമെന്നൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് കൈ വെച്ചിട്ടാലും ചെയ്യാൻ പറ്റില്ല. ഈ ബ്രഷുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ കാണിക്കുമെങ്കിലും പെട്ടെന്ന് കഴിയും കേട്ടോ. കണ്ടോ പെട്ടെന്ന് കഴിഞ്ഞു. ഇതും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു സ്റ്റേക്ക് വർക്കിൻ്റെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഫേസ് ഫുള്ളിൽ സെറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെത് എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേത് ഓയിലി സ്കിന്നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെക്കണമെന്നൊന്നുമില്ല. കാരണം നൈറ്റ് ടൈമിൽ അങ്ങനെ എന്താ പറയുക മാറ്റായിട്ട് നിൽക്കണമെന്നൊന്നുമില്ല. കുറച്ചും കൂടെ ഓയിലി ആയിട്ടുള്ളതല്ലേ കുറച്ച് ഭംഗി ഉണ്ടാവാം. പക്ഷേ എൻ്റെ അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആയി പോകും. ഒത്തിരി എണ്ണ അങ്ങനെ തുടച്ചെടുക്കാതെ പോലത്തെ ഒരു ഓയിലി സ്കിന്നാണ് എൻ്റെത്. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡറി പോലെ അല്ലാതെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത് ഓപ്ഷണലാണ്. എനിക്കങ്ങനെ പൗഡർ ഇട്ട പോലത്തെ ഒരു ഫീലിംഗ് ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുഞ്ഞ് വിങ്ങ് വെച്ചിട്ട് കണ്ണെഴുതാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കണ്ണെഴുതുന്ന ഭാഗം ഞാനിതിൽ ഇട്ടിട്ടില്ല, കാരണം ശരിക്കും കാണൂല. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ കണ്ണ് കുഞ്ഞിതെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയതെങ്കിലും എഴുതി വന്നപ്പോഴത്തേനും ഭയങ്കര വലുതാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നല്ല വട്ടക്കണ്ണാക്കി എഴുതാമെന്ന് വിചാരിച്ചു. കണ്ണെഴുതി വന്നപ്പോഴത്തേനും മേലത്തെ ഐലൈനർ എഴുതുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഐലൈനർ ഇങ്ങനെ നൈസായിട്ട് എഴുതാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഭയങ്കര തിക്കായിട്ട് എഴുതിപ്പോയപ്പോൾ അങ്ങനെ പോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ താഴെ അപ്പോൾ ഞാൻ നല്ല വട്ടക്കണ്ണാക്കി എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുൾ കണ്ണ് കവർ ചെയ്യണ രീതിയിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ടോ കോർണറിലും എല്ലായിടത്തും കണ്ണിഷ് വെച്ച് എഴുതി. ഈ ഒരു എന്താ പറയുക I-AmsterDAMNൻ്റെ കാജൽ വെച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എഴുതി വന്നപ്പോൾ ഇങ്ങനെയായി. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു കണ്ണെഴുതി നല്ല ഭംഗിയുണ്ടെന്ന്. മേലെ റെഡ് കളർ കൊടുത്ത കാരണം കൊണ്ട് താഴെ ഞാൻ ഈ ഒരു റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഐലാഷ് കളർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മസ്കാര ഇട്ടു. ഇതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. മസ്കാര ഇടാത്തവരുണ്ടെങ്കിൽ ഇട്ട് നോക്കൂ, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ഞാൻ 2-3 കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇട്ടാൽ അങ്ങനെ കണ്ണും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വയ്ക്കണം. അത് കാരണം കൊണ്ടാണ് ഞാൻ ഫോർവേഡ് ചെയ്ത് ഇട്ടത്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാൻ നേരത്തെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്തിടണം എന്ന്. അപ്പം ഞാനിത് ആദ്യം ഞാൻ ലിപ് ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു റെഡ് കളർ വെച്ചിട്ട് ചെയ്തത്. ഒരു മെറൂണിഷ് അണ്ടർടോണുള്ളൊരു എന്താ ഒരു ലിപ്സ്റ്റിക്കാണ് ആദ്യമായിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് അത്ര സെറ്റായില്ല. അപ്പോൾ ഞാൻ ലൈനർ ഇട്ടു, അപ്പോഴും എനിക്കിഷ്ടമായില്ല. പിന്നെ ഫൈനലി ഞാനൊരു ഭയങ്കര ഉദിച്ച് നിൽക്കുന്ന ഒരു റെഡ് കളർ ഇട്ടു. അത് വന്നിട്ട് ഞാനിട്ട ഡ്രസ്സിനോട് ഏകദേശമൊക്കെ മാച്ചായിട്ട് വന്നു. അപ്പം ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ആക്സസറീസ് ഇടുകയാണ്. അപ്പോൾ ഞാൻ പൊട്ടിടുന്നുണ്ട്, പിന്നെ കമ്മലിടുന്നുണ്ട്, മാലിടുന്നുണ്ട്, പൊട്ട് വേറെ പൊട്ട് വെച്ചിട്ടുണ്ട്. ഒരു തിളങ്ങുന്ന കല്ല് പോലത്തെ ഒരു പൊട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു തമിഴ് പെൺകുട്ടിയുടെ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കാരണം കൊണ്ട് അവർ തൊടുന്ന പോലെ ഇങ്ങനെ പൊട്ടിൻ്റെ അടിയിലാണ് ഞാൻ ചന്ദനക്കുരു തൊട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആക്സസറീസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം.